Hello, my dear children. How are you? Are you fine there? Let's start our English class. How was today's class? എല്ലാവരും ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടോ? ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാജിക് റിങ്ങിൻ്റെ ഏകദേശമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു അല്ലേ? ടീച്ചർ പറഞ്ഞു തന്നു. ഹൂ ആം ഐ എന്ന് പറയുന്ന പേജ് നമ്പർ 92-ലുള്ള പ്രവർത്തനം ചെയ്യണം. ദ ഫ്ലൈറ്റ്, റീയൂണിയൻ എന്നീ പാരഗ്രാഫ് വായിച്ച് നന്നായി മനസ്സിലാക്കണം. ആക്ടിവിറ്റി 3 and 4 ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺവെർസേഷൻ, അബിനും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനും തയ്യാറാക്കണം. പിന്നെ കംപ്ലീറ്റ് പേജ് അയക്കാൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മക്കളെ? എല്ലാവർക്കും സ്വന്തമായി ഈ വർക്കെല്ലാം ചെയ്യാൻ കഴിയും അല്ലേ? ദ ഫ്ലൈറ്റ് എന്ന് പറയുന്ന പാഠഭാഗം വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ദ ഫ്ലൈറ്റ്. ഡോണ്ട് വറി മൈ ലിറ്റിൽ ബോയ്, I'll take you home soon, the crane said. The crane fluttered its wings. Abin clung to its legs. The crane rose into the sky again. They flew over mountains and across valleys. Now we are flying over the sea, the crane said. Abin looked down. He saw the deep blue sea. The waves were playing with the wind. My home, Abin cried. The crane flew down. നോക്കൂ, ഡോണ്ട് വറി മൈ ലിറ്റിൽ ബോയ്. ഡോണ്ട് വറി, വിഷമിക്കണ്ട എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ. ഡോണ്ട് വറി മൈ ലിറ്റിൽ ബോയ്, I'll take you home soon. ഞാൻ നിന്നെ വേഗം തന്നെ വീട്ടിലെത്തിക്കാം. I'll take you home soon. പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിൽ നിന്നെ എത്തിക്കാം. The crane said. ക്രെയിൻ പറഞ്ഞു. The crane fluttered its wings. ക്രെയിൻ എന്ത് ചെയ്യാൻ തുടങ്ങി? വിങ്സ് അടിക്കാൻ തുടങ്ങി, ചിറകുകൾ ഫ്ലട്ടർ ചെയ്യാൻ തുടങ്ങി, ചിറകടിക്കാൻ തുടങ്ങി. അബിൻ ക്ലങ് ടു ഇറ്റ്സ് ലെഗ്സ്. അബിൻ എന്ത് ചെയ്തു? ലെഗ്സിൽ ക്ലങ് ചെയ്തു, തൂങ്ങിപ്പിടിച്ചു. ദ ക്രെയിൻ റോസ് ഇൻ ടു ദ സ്കൈ അഗെയിൻ. ദ ക്രെയിൻ, കുക്ക്, റോസ് ചെയ്യുക, ഉയർന്നു. ഇൻ ടു ദ സ്കൈ അഗെയിൻ, സ്കൈയിലേക്ക് വീണ്ടും ചിറകടിച്ചുയർന്നു. എഗെയിൻ, വീണ്ടും. They flew over mountains and across valleys. അവർ flew over, പറന്നു. എവിടേക്കാണ് പറന്ന് പൊങ്ങിയത്? ഓവർ മൗണ്ടെയ്ൻസ് ആൻഡ് അക്രോസ് വാലീസ്. മലകളുടെയും, മൗണ്ടെയ്ൻസ് മലകൾ, വാലി താഴ്വര, മലകളുടെയും താഴ്വരകളുടെയും മുകളിലൂടെ അവർ പറക്കുകയാണ്. Now we are flying over the sea, the crane said. ക്രെയിൻ പറയുകയാണ്, കൊക്ക് പറയുകയാണ്, നൗ വി ആർ ഫ്ലൈയിങ് ഓവർ ദ സീ. നമ്മളിപ്പോൾ സീക്ക് മുകളിലൂടെയാണ് പറക്കുന്നത്. അബിൻ ലുക്ക് ഡൗൺ. അപ്പോഴേക്കും അബിൻ എന്ത് ചെയ്തു? താഴേക്ക് നോക്കി. ഹി സോ ദ ഡീപ്പ് ബ്ലൂ സീ. താഴേക്ക് നോക്കിയപ്പോൾ അവൻ എന്താ കണ്ടത്? ഡീപ്പായിട്ടുള്ള ബ്ലൂ സീ, നീലക്കടലല്ലേ, ആഴമുള്ള, ഡീപ്പ് ആഴം, ആഴമുള്ള നീലക്കടലിനെ അവന് കാണാൻ കഴിഞ്ഞു. ദ വേവ്സ് വെയർ പ്ലേയിങ് വിത്ത് ദ വിൻഡ്. ദ വേവ്സ്, തിരമാലകൾ, പ്ലേയിങ് വിത്ത് ദ വിൻഡ്. വിൻഡ് എന്താണ് മക്കളെ? വിൻഡ്, കാറ്റ്. കാറ്റിനോടൊപ്പം തിരമാലകൾ കളിക്കുന്നതാണ് അവൻ കണ്ടത്. മൈ ഹോം, അബിൻ ക്രൈഡ്. അബിൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട്. ദ ക്രൈൻ ഫ്ലൂ ഡൗൺ. ക്രൈൻ എന്ത് ചെയ്തു? അപ്പോഴേക്കും താഴേക്ക് പറന്നിറങ്ങി. അടുത്ത പാരഗ്രാഫ് റീയൂണിയൻ ആണല്ലേ മക്കളെ? യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? കൂടിച്ചേരുക. റീയൂണിയൻ, തിരികെ വന്ന് ചേരുന്നതിനെയാണ് റീയൂണിയൻ എന്ന് പറയുന്നത് അല്ലേ? നോക്കൂ, അബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ് ദ വേവ്സ്. അബിൻ വേവ്സിൻ്റെ, തിരമാലകളുടെ സൗണ്ട് കേൾക്കുകയാണ്. ഹിയർ, കേൾക്കുക, ഹേർഡ്, കേട്ടു. ലുക്ക്, ദാറ്റ് ഈസ് മൈ ഹോം, അബിൻ യെൽഡ് ഇൻ ജോയ്. ലുക്ക്, നോക്കൂ, ദാറ്റ് ഈസ് മൈ ഹോം, അതാണ് എൻ്റെ വീട്. അബിൻ യെൽഡ് ഇൻ ജോയ്. ജോയ്, സന്തോഷം. സന്തോഷത്തോടെ കൂവി വിളിക്കുന്നതിനെയാണ് യെൽഡ് എന്ന് പറയുന്നത് മക്കളെ. ദ ക്രെയിൻ ഓൾമോസ്റ്റ് ടച്ച് ദ ഗ്രൗണ്ട്. ക്രെയിൻ, കുക്ക്, ഓൾമോസ്റ്റ്, ഏകദേശം, ടച്ച് ചെയ്തു. ടച്ച് ചെയ്യുക, തൊടുക അല്ലേ? ടച്ച്ഡ്, തൊട്ടു. ഏകദേശം ഗ്രൗണ്ടിൽ തൊട്ട് കഴിഞ്ഞു. മോം, അബിൻ കാൾഡ് ഔട്ട്. മോം, അമ്മേ എന്ന് ആരാണ് വിളിക്കുന്നത്? അബിൻ കാൾഡ് ഔട്ട്. വിളിക്കുകയാണ്, ഉറക്കെ വിളിക്കുകയാണ്. ആൻഡ് റാൻ ടു ഹിസ് ഹോം. എന്നിട്ട് വീട്ടിലേക്ക് ഓടി. അബിൻ ടേൺ ടു സേ ഗുഡ് ബൈ ടു ദ ക്രെയിൻ. അബിൻ എന്ത് ചെയ്തു? ടേൺ ചെയ്യുക, തിരിയുക. ടേൺഡ്, തിരിഞ്ഞു. ടു സേ ഗുഡ് ബൈ ടു ദ ക്രെയിൻ. ക്രെയിനിന് ഗുഡ് ബൈ പറയാനായിട്ട് അബിൻ തിരിഞ്ഞു.
ബട്ട് ദ ക്രെയിൻ ഹാഡ് ഡിസപ്പിയേർഡ്. ബട്ട് ദ ക്രെയിൻ അപ്പോഴേക്കും ദ ക്രെയിൻ ഹാഡ് ഡിസപ്പിയേർഡ്. ഡിസപ്പിയർ ആവുക, അപ്രത്യക്ഷമാവുക. അപ്പിയർ ആവുക, പ്രത്യക്ഷപ്പെടുക അല്ലേ. അപ്രത്യക്ഷമായി. ഇൻ ദ സ്കൈ, ആകാശത്തിൽ. കൊക്കിനെ കാണാനില്ല. അബിൻസ് ഫാദർ ആൻഡ് മദർ കെയിം ഔട്ട്. അബിൻസ് ഫാദർ, അബിൻ്റെ അച്ഛനും അമ്മയും കെയിം ഔട്ട്, പുറത്തേക്ക് വന്നു. ഐ എം സോറി മൈ ഡിയർ, വേർ വേർ യു, ഫാദർ ആസ്റ്റ്. ഐ എം സോറി മൈ ഡിയർ, എന്നോട് ക്ഷമിക്കണം എൻ്റെ പ്രിയപ്പെട്ടവനെ. വേർ വേർ യു, നീ എവിടെയായിരുന്നു? നോക്കുകളെ, അവിടെ രണ്ട് വേറെ, WHERE ഉണ്ട്, WERE ഉണ്ട്. രണ്ടും പറയുന്നത് വേർ, എവിടെ എന്നുള്ള വേറാണ് ആദ്യം, ക്വസ്റ്റ്യൻ വാക്ക്. പിന്നെ WERE, വേർ, ആയിരുന്നു എന്നുള്ളതാണ്. വേർ വേർ യു, എവിടെയായിരുന്നു നീ? ഫാദർ ആസ്റ്റ്, അച്ഛൻ ചോദിച്ചു. ഹഗ്ഗിങ് അബിൻ ടൈറ്റ്ലി, അബിനെ ഹഗ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക അല്ലേ. അബിൻ്റെ അച്ഛൻ അബിനെ വന്ന് എന്ത് ചെയ്തു? ഹഗ് ചെയ്തിട്ട് ടൈറ്റ്ലി, ഇറുകെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എവിടെയായിരുന്നു മോനെ? അബിൻ വാണ്ടഡ് ടു ടെൽ ദം ഓൾ എബൌട്ട് ദ മാജിക് റിംഗ്. അബിൻ വാണ്ടഡ് ടു ടെൽ ദം, അബിൻ എന്ത് വേണമായിരുന്നു? ടെൽ ദം, പറയണമായിരുന്നു. ഓൾ എബൌട്ട് ദ മാജിക് റിംഗ്, മാജിക് റിങ്ങിനെ കുറിച്ചെല്ലാം അവരോട് മുഴുവനായിട്ടും പറയാനായിട്ട് അബിൻ തിരക്ക് കൂട്ടുകയാണ്. ദ ക്രെയിൻ, ദ ഡീർ, ദ ലയൺ, ബട്ട് നത്തിങ് കെയിം ഔട്ട്. ദ ക്രെയിൻ, കൊക്ക്, ദ ഡീർ, മാൻ, ദ ലയൺ, സിംഹം. ബട്ട് എല്ലാം കൂടെ പറയാൻ അവന് ശ്രമിക്കുന്നെങ്കിലും കഴിയുന്നില്ല. ബട്ട് നത്തിങ് കെയിം ഔട്ട്, പക്ഷെ ഒന്നും വന്നില്ല, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വേർഡ്സ് ചോക്ക്ഡ് ഇൻ ഹിസ് ത്രോട്ട്. വേർഡ്സ്, വാക്കുകൾ. ചോക്ക്ഡ് ഇൻ ഹിസ് ത്രോട്ട്, തൊണ്ടയിൽ വെച്ച് മുറിഞ്ഞുപോയി. ചോക്ക് ചെയ്യുക, മരവിച്ച് മുറിഞ്ഞുപോയി. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല. വാക്കുകൾ മുറിഞ്ഞുപോയെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കം ഡിയർ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇൻസൈഡ്, അകത്തേക്ക്. കം ഡിയർ, വരുമോനെ. ലെറ്റ്സ് ഗോ ഇൻസൈഡ്, നമുക്ക് അകത്തേക്ക് പോവാം. മദർ സെഡ്, അമ്മ പറഞ്ഞു. അവൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ അഗെയിൻ. എന്നാലും അവൻ എന്ത് ചെയ്തു? അവിടെ ക്രെയിൻ ഉണ്ടോ എന്നറിയാനായിട്ട് പിന്നെയും ലുക്ക് ചെയ്യുക, നോക്കുക. ലുക്ക്ഡ് അറ്റ് ദ സ്കൈ അഗെയിൻ, സ്കൈയിലേക്ക് പിന്നെയും നോക്കി. വേർ ഹാസ് ദ ക്രെയിൻ ഗോൺ, എവിടെയാണ് ഇത് ക്രെയിൻ തിരികെ പോയിട്ടുള്ളത് അല്ലേ. വേർ ഹാസ് ദ ക്രെയിൻ, ഗോ ചെയ്യുക, പോവുക. ഗോൺ, പോയി കഴിഞ്ഞു. എങ്ങോട്ടാണ് നമ്മുടെ ക്രെയിൻ പോയത്? അബിൻ ലുക്ക്ഡ് അപ്പ്, അവൻ ആകാശത്തേക്ക് പിന്നെയും നോക്കുകയാണ്, മുകളിലേക്ക് നോക്കുകയാണ്. ഹീ സോ എ വൈറ്റ് ഫെദർ ഫ്ലോട്ടിങ് ഇൻ ദ എയർ. ഹീ സോ, അവൻ കണ്ടു. എ വൈറ്റ് ഫെദർ, ഒരു വെള്ളത്തൂവൽ. ഫ്ലോട്ടിങ് ഇൻ ദ എയർ, എയറിൽ ഇങ്ങനെ, അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറി നടക്കുകയാണ്. എ സ്മൈൽ അപ്പിയേർഡ് ഓൺ അബിൻസ് ഫേസ്. ഇത് കണ്ടപ്പോൾ അവൻ എന്ത് തോന്നി? എ സ്മൈൽ, ഒരു സന്തോഷം തോന്നിയല്ലേ, ഒരു ചിരി, പുഞ്ചിരി അബിൻ്റെ മുഖത്ത് വന്നു. അബിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അർത്ഥം മനസ്സിലാക്കി തന്നെ വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് നോക്കാം. അടുത്തതായി മൈ വേർഡ്സ്. ഹൂ ആം ഐ, ഞാൻ ആരാണെന്ന് കണ്ടെത്താം. ഐ ആം എ ബേർഡ്, ഞാനൊരു ബേർഡാണ്, പക്ഷിയാണ്. ഐ ക്യാൻ ഫ്ലൈ ഹൈ, എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയും. ആരാണ് ഞാൻ? സാധാരണ ഉയരത്തിൽ പറക്കുന്ന പക്ഷി എന്ന് പറയുന്നത് കൈറ്റാണ് അല്ലേ, പരുന്താണല്ലേ, KITE. അടുത്തത് അവർ ഹോം ഈസ് ദ സീ, നമ്മുടെ വീട് സീ ആണ്, കടലാണ്. വി കം ടു ദ ഷോർ ആൻഡ് ഗോ ബാക്ക്, നമ്മൾ ഷോറിൽ, തീരത്തേക്ക് വരികയും തിരികെ പോവുകയും ചെയ്യും. ആരാണ് നമ്മൾ? വേവ്സ്, തിരമാല അല്ലേ, അതറിയാം. ഐ പ്രൊട്ടക്റ്റ് ബേർഡ്സ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്, ഞാൻ ബേർഡ്സിനെ, പക്ഷികളെ ഹീറ്റിൽ നിന്നും, ചൂടിൽ നിന്നും, കോൾഡിൽ നിന്നും, തണുപ്പിൽ നിന്നും രക്ഷിക്കുന്നു. ഐ ഗീവ് കളേഴ്സ് ടു ദ ബേർഡ്സ്, ഞാൻ ബേർഡ്സിന് കളേഴ്സ് കൊടുക്കുന്നു, നിറങ്ങൾ കൊടുക്കുന്നു. മൈ നെയിം സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ F, എൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് F എന്ന് പറയുന്ന ലെറ്ററിലാണ്. ഞാൻ ആരാണ്? ഫെദർ ആണല്ലേ, തൂവലാണ്, കിളിയെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്നത്. അടുത്തത് ഐ ആം എ വൈറ്റ് ബേർഡ്, ഞാനൊരു വെളുത്ത പക്ഷിയാണ്. വിത്ത് ലോങ് ബീക്ക്, നല്ല നീളമുള്ള ചുണ്ടുകളാണ് എനിക്ക്. ഐ ക്യാൻ ക്യാച്ച് ഫിഷ് ഈസിലി, എനിക്ക് വേഗത്തിൽ മീനെ പിടിക്കാൻ, മത്സ്യത്തെ പിടിക്കാൻ കഴിയും. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ക്രെയിൻ, കൊക്കാണ് അല്ലേ. ഐ ആം ബിഗ്ഗർ ദാൻ എ ഹിൽ, ഞാനൊരു കുന്നിനെക്കാട്ടിയും വലുതാണ്. റിവേഴ്സ് സ്റ്റാർട്ട് ഫ്രം മീ, നദികൾ എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഞാൻ ആരാണ്? യെസ്, മൗണ്ടെയിൻ, പർവ്വതങ്ങളാണ്.
അടുത്തത് യു ക്യാൻ ഫീൽ മീ ബട്ട് കനോട്ട് സീ മീ. നിങ്ങൾക്ക് എന്നെ അനുഭവപ്പെടും പക്ഷെ കാണാൻ കഴിയില്ല. വെൻ ഐ ബ്ലോ ദ ട്രീസ് വേ. വെൻ ഐ ബ്ലോ ഞാൻ വീശുമ്പോൾ ദ ട്രീസ് വേ മരങ്ങൾ ആടി ഉലയും. ആരാണ് ഞാൻ? യെസ്, വിൻഡാണ് അല്ലേ. WIND വിൻഡ്, കാറ്റ്. പീപ്പിൾ വെയർ മീ ഓൺ ദെയർ ഫിംഗേഴ്സ്. പീപ്പിൾ വെയർ മീ ഓൺ ദെയർ ഫിംഗേഴ്സ്. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ആൾക്കാർ എന്നെ വെയർ ചെയ്യുക, ധരിക്കുക, അവരുടെ വിരലുകളിലാണ് ധരിക്കുന്നത്. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. എനിക്ക് വൃത്താകൃതിയാണുള്ളത്. ഞാൻ ആരാണ്? റിംഗ്, മോതിരം. ഐ ആം കവേർഡ് വിത്ത് ഫൈൻ സാൻഡ്. വേവ്സ് കം ആൻഡ് ഹിറ്റ് മീ. സം കളക്ട് ഷെൽസ് ഫ്രം മീ. ഐ ആം കവേർഡ് വിത്ത് ഫൈൻ സാൻഡ്. നല്ല ഫൈനായിട്ടുള്ള നല്ല തരി മണ്ണുകൾ കൊണ്ടാണ് എന്നെ കവർ ചെയ്തിരിക്കുന്നത്. വേവ്സ് കം ആൻഡ് ഹിറ്റ് മീ. വേവ്സ് തിരമാലകൾ എൻ്റെ അടുത്തേക്ക് വരികയും എന്നെ ഹിറ്റ് ചെയ്യുകയും ചെയ്യുന്നു, തൊടുകയും ചെയ്യുന്നു. സം കളക്ട് ഷെൽസ് ഫ്രം മീ. ചിലർ വന്ന് എന്നിൽ നിന്നും ഷെൽസ് കളക്ട് ചെയ്തുകൊണ്ട് പോകും. കക്ക, ചിപ്പി ഇങ്ങനെയുള്ള ഷെൽസുകൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ഞാൻ ആരാണ്? അതെ, സീഷോറാണല്ലേ, കടൽക്കരയാണ് ഞാൻ. എല്ലാ കുഞ്ഞുങ്ങളും ഇത് സ്വന്തമായി എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്ക് അയക്കാൻ എന്നുള്ള പ്രവർത്തനം നോക്കാം. സീഷോറിൽ നമ്മുടെ അബിൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നായി വായിക്കൂ. ദ ഫിഷ് ഗേവ് അബിൻ മാജിക് റിംഗ്. ഫിഷ് അബിനൊരു മാജിക് റിംഗ് കൊടുത്തു. അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ. അബിൻ ഫിഷിനെ പോവാൻ അനുവദിച്ചു. അബിൻ ഡഗ് ദ പിറ്റ് ഇൻ ദ സാൻഡ്. അബിൻ സാൻഡിൽ മണ്ണിലൊരു പിറ്റുണ്ടാക്കി. അബിൻ ക്യാരിഡ് ദ ബിഗ് ഫിഷ്. അബിൻ ആ ഫിഷിനെ എടുത്തു. ഫാദർ ടോൾഡ് സോറി ടു അബിൻ. അബിനോട് ഫാദർ സോറി പറഞ്ഞു. അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്. അബിൻ കൈറ്റിനെയും ക്രോസിനെയും കണ്ടു. അബിൻ കൗണ്ടഡ് ദ ബോട്ട്സ്. അബിൻ ബോട്ടുകൾ എണ്ണി. ഇതിലാദ്യം നടന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ തന്നിരിക്കുന്ന ഉത്തരത്തിലേക്ക് നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇതിലാദ്യം നടന്ന പ്രവർത്തനം അബിൻ ഡഗ് ദ പിറ്റ് ഇൻ ദ സാൻഡ് അല്ലേ, അതാണ്. അബിൻ കുഴികൾ കുഴിച്ചു എന്നുള്ളതാണ്. അബിൻ കൗണ്ടഡ് ബോട്ട്സ്. അബിൻ ബോട്ടുകൾ എണ്ണി. അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്. അബിൻ കൈറ്റ്സിനെയും ക്രോസിനെയും കണ്ടു. അബിൻ ക്യാരിഡ് ദ ഫിഷ്. അബിൻ ഫിഷിനെ എടുത്തു. അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ. അബിൻ ഫിഷിനെ പോവാൻ അനുവദിച്ചു. ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിംഗ്. ഫിഷ് അബിനൊരു മാജിക് റിംഗ് കൊടുത്തു. ഫാദർ ടോൾഡ് സോറി ടു അബിൻ. ഫാദർ അബിനോട് സോറി പറഞ്ഞു അല്ലേ. ഇതെല്ലാം കറക്റ്റ് ഓർഡറിന് എഴുതുമ്പോൾ നമുക്ക് ആ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന കോളങ്ങളിൽ വരുന്ന അക്ഷരങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ സക്സസ് എന്ന് പറയുന്നൊരു വാക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും സ്വന്തമായി ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം തെറ്റ് തിരുത്താനായി ഇതിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ കഴിയുന്ന മറ്റൊന്നാണ് ഇൻ ദ ഫോറസ്റ്റ്. കാട്ടിനുള്ളിലുള്ള അബിൻ്റെ സംഭവങ്ങൾ അല്ലേ, കഥയുടെ സംഭവങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതുക. എ ഹ്യൂജ് ക്രെയിൻ അപ്പിയേർഡ്. ഒരു വലിയ ഭീമാകാരനായ ക്രെയിൻ കൊക്ക് പ്രത്യക്ഷപ്പെട്ടു. ദ വൈൽഡ് ഡോഗ് ചേസ്ഡ് ദ ഡിയർ. വൈൽഡ് ഡോഗ്സ് കാട്ടുനായ്ക്കൾ, ചെന്നായ്ക്കൾ പോലെയുള്ള കാട്ടുനായ്ക്കൾ ഡിയറിനെ ഫോളോ ചെയ്തു. എ ലയൺ അറ്റാക്ക്ഡ് അബിൻ. ഒരു ലയൺ അബിനെ അറ്റാക്ക് ചെയ്തു. ദ ക്രെയിൻ സേവ്ഡ് അബിൻ. ക്രെയിൻ അബിനെ സേവ് ചെയ്തു. ദ ക്രെയിൻ സേവ്ഡ് ദ ഡിയർ. ക്രെയിൻ ഡിയറിനെ സേവ് ചെയ്തു. അബിൻ റബ്ഡ് ദ മാജിക് റിംഗ്. അബിൻ മാജിക് റിങ്ങിനെ റബ്ബ് ചെയ്തു. ഇതും കറക്റ്റ് ഓർഡറിൽ എഴുതണം കേട്ടോ. ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് ദ വൈൽഡ് ഡോഗ് ചേസ് ദ ഡിയർ. അബിൻ റബ്ഡ് ദ മാജിക് റിംഗ്. എ ഹ്യൂജ് ക്രെയിൻ അപ്പിയേർഡ്. ദ ക്രെയിൻ സേവ്ഡ് ദ ഡിയർ. എ ലയൺ അറ്റാക്ക്ഡ് അബിൻ. ദ ക്രെയിൻ സേവ്ഡ് അബിൻ. അപ്പോൾ ഈ യെല്ലോ മാർക്കുള്ള കോളങ്ങളിൽ നിന്നുള്ള അക്ഷരങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ വിന്നർ എന്ന് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായി ആക്ടിവിറ്റി 4 ആണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്. ഏതാണ് നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഫിൽ ദ വേർഡ് വെബ് വിത്ത് ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. അതിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലമാണോ എഴുതുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റു വാക്കുകളാണ് ഈ വേർഡ് വെബിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്.
കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പാർക്കായിരിക്കുമല്ലേ? പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് പ്ലേസിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? സീസോ എഴുതാം, സ്ലൈഡ് എഴുതാം, സ്വിങ് എഴുതാം. സ്വിങ് ഊഞ്ഞാലാണല്ലേ. പോണ്ട്, കുളം എഴുതാം, ബട്ടർഫ്ലൈസ് എഴുതാം, പ്ലാന്റ്സ് എഴുതാം, ഫ്ലവേഴ്സ് എഴുതാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട വേർഡ് വെബിൽ എഴുതാൻ കഴിയും. പാർക്കിന് പകരം ബീച്ചാണ് ഇഷ്ടമുള്ളവർക്കോ? വേർഡ് വെബിൽ നമുക്ക് എന്തെഴുതാം? സീഷോർ എഴുതാം, ബോട്ട്സ് എഴുതാം, വേവ്സ് എഴുതാം, സീ എഴുതാം, ക്രോസും കൈറ്റ്സും എഴുതാം, നെറ്റ് എഴുതാം, ഫിഷർമാൻ എഴുതാം, അങ്ങനെ സീഷെൽ എഴുതാം. ഒത്തിരി കാര്യങ്ങൾ വേർഡ് വെബിൽ എഴുതി ചേർക്കാൻ കഴിയും അല്ലേ? മക്കളെ, നിങ്ങളങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത്, ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ എഴുതേണ്ടത് പ്ലേസസ് വിസിറ്റഡ്. നമ്മൾ വിസിറ്റ് ചെയ്ത പ്ലേസുകളുടെ പേരാണ് എഴുതേണ്ടത്. എന്തൊക്കെയായിരിക്കും? ഫോറസ്റ്റിൽ പോയിട്ടുള്ളവരുണ്ടോ? കാട്ടിൽ. ബീച്ച്, കടലിൽ പോയിട്ടുള്ളവരുണ്ടാകും. ഗാർഡൻ, പൂന്തോട്ടം കണ്ടിട്ടുള്ളവരുണ്ടാവും. ഹാർബർ, തുറമുഖം കണ്ടിട്ടുള്ളവരുണ്ടോ? ഡാം കണ്ടിട്ടുള്ളവരുണ്ടോ? അതുപോലെ തന്നെ സൂ, മൃഗശാല. ഫാം, നമ്മുടെ കൃഷി, കന്നുകാലി വളർത്തുന്ന കേന്ദ്രം. അതുപോലെ പാർക്ക്. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുടെ പേര് നമുക്ക് എഴുതാൻ കഴിയും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളുടെ പേരുകൾ ഉപയോഗിച്ച് ഈ വേർഡ് വെബ് തയ്യാറാക്കുക. മക്കളെ, അടുത്തതായി നമ്മൾ എഴുതേണ്ടത് നമ്മൾ പോയിട്ടുള്ള വിസിറ്റ് ചെയ്ത പ്ലേസിനെ പറ്റി 3-4 സെൻറ്റൻസിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. പാർക്കിനെ പറ്റിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് പാർക്ക്. I like to play in the park. I like to play on seesaw. There is a pond in the park. There is water lilies on the pond. I like to play with butterflies in the park. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എഴുതാൻ പറ്റും. ബീച്ചിലാണെങ്കിലും ഇതുപോലെ തന്നെ എഴുതാൻ പറ്റും. സ്വന്തമായി എഴുതാൻ ശ്രമിക്കണം കേട്ടോ. നോക്കൂ മക്കളെ, അബിനും ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ തരാം. നിങ്ങൾ സ്വന്തം രീതിയിൽ മാത്രം കോൺവെർസേഷൻ മേക്ക് ചെയ്യുക. ഓക്കെ? Father: I am sorry, my dear. Where were you? Abin: It's okay, father. I was in the forest. സാരമില്ല അച്ഛാ, I was in the forest. ഞാൻ കാട്ടിലായിരുന്നു. Father: Oh my God. Why did you go there? നീ എന്തിനാണ് അവിടെ പോയത്? Was there anybody to help you? അവിടെ ആരെങ്കിലും നിന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നോ? അബിൻ: യെസ് ഫാദർ. അതെ അച്ഛാ. എ മാജിക് റിംഗ് ഹെൽപ്സ് മീ. എ മാജിക് റിംഗ്, ഒരു മാജിക് റിംഗ് എന്നെ ഹെൽപ്പ് ചെയ്തു. ഫാദർ: വിച്ച് മാജിക് റിംഗ്? ഏത് മാജിക് റിംഗ്? അബിൻ: ഫാദർ, ദാറ്റ് ഫിഷ് ഗേവ് മീ എ മാജിക് റിംഗ്. ആ ഫിഷ് എനിക്കൊരു മാജിക് റിംഗ് തന്നു. വിച്ച് ഹെൽപ്സ് മീ ഫ്രം ഓൾ ട്രബിൾസ്. അതാണ് എന്നെ എല്ലാ ട്രബിൾസിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഫാദർ: റിയലി? സത്യമാണോ മൈ ഡിയർ? താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി. ഡിയർ സൺ, നെവർ ഗോ എലോൺ ഫ്രം ഹിയർ വിത്തൗട്ട് മീ. ഞാനില്ലാതെ ഇവിടെ നിന്ന് നീ എങ്ങും പോവരുത്. അപ്പോൾ അവനെന്താ പറയുക? ഷുവർ ഫാദർ. തീർച്ചയായും അച്ഛാ. ഐ വിൽ നെവർ റിപ്പീറ്റ് ദിസ്. ഞാൻ ഒരിക്കലും ഇനി ഇത് ആവർത്തിക്കില്ല. ഇത്രയും ഒരു കോൺവെർസേഷൻ ഞാനൊരു എക്സാമ്പിൾ തന്നതാണ്. നിങ്ങൾക്ക് എന്താണോ മക്കളെ മനസ്സിൽ വരുന്ന കോൺവെർസേഷൻ അത് സ്വന്തമായി എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായോ? God bless you, my dear children. Thank you.